നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അക്യുമാസ്റ്റർ ഷുഹൈബ് റിയാൽ സാറാണ്. ആളോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എനിക്ക് കുറച്ച് ഡൗട്ടുകളുണ്ട്. നമുക്ക് ഇപ്പൊ നമ്മൾ പൊതുവെ എല്ലാവരും നിർബന്ധിക്കുകയും അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കണം എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ വാക്സിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാവും ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരാറുണ്ട്. ഇത് വേണോ വേണ്ടയോ, അതിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ അക്യുപഞ്ചർ പഠിച്ചതിന് ശേഷം നമുക്ക് അതിന് ആവശ്യം വരാറില്ല. പക്ഷെ നിർബന്ധിതരായ കുറെ ആളുകൾ ചുറ്റിനുമുണ്ട്. അപ്പൊ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? സാറിന് എന്താ പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? നോക്കൂ, ഹെൽത്ത് ഇൻഷുറൻസ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് ഒരു നല്ല കാര്യമായിട്ട് തോന്നും. ഇപ്പൊ നമ്മൾ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടല്ലോ. അപ്പോൾ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യമാണ്. കാരണം വാഹനത്തിന് തകരാറ് വന്നാലും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയാലും ഫുൾ കവർ ഇൻഷുറൻസ് ആയാലും നമുക്ക് എന്തെങ്കിലും നഷ്ടമോ ജീവഹാനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പരിഹാരം നമുക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. ഇതൊരു വലിയ സന്തോഷമാണ്. പക്ഷെ ലൈഫ് ഇൻഷുറൻസിന്റെ അവസ്ഥ അങ്ങനെയല്ല. കാരണം ജീവന് ഒരിക്കലും ഗ്യാരണ്ടി ഇല്ല. വെഹിക്കിൾ പോലെയല്ല ജീവൻ ഒരിക്കലും ഗ്യാരണ്ടി ഇല്ല. ഇപ്പം പലരും എന്താ ചെയ്യുന്നറിയോ, പല കുടുംബങ്ങളിലും അവരുടെ മാതാപിതാക്കൾ അവർക്ക് വാർദ്ധക്യ സഹജമായ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സ്വാഭാവികമായും നല്ല ഹോസ്പിറ്റലിൽ പോകാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും കൂടിയ വലിയ സൗകര്യവും വലിയ തരത്തിൽ പേര് കേട്ട ഹോസ്പിറ്റലിൽ എല്ലാവരും പോവുക. അപ്പോൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടെയാണ് എല്ലാവരും ചൂസ് ചെയ്യുക. അപ്പം അങ്ങനെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു വൃദ്ധരെ കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തിനിടയ്ക്ക് നിങ്ങൾ വാച്ച് ചെയ്താൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ച് അദ്ദേഹത്തിന് മരണമായാലും അതിന് ജീവിതമായാലും ലക്ഷങ്ങളുടെ ചെലവ്, പലപ്പോഴും കോടികളൊക്കെ ചെലവ് വരുന്ന അവസ്ഥ വരുന്നുണ്ട്. പലരും വീട് വിറ്റുപോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ കെട്ടുതാലിയല്ല എന്തൊക്കെ സ്വത്തുക്കളുണ്ടോ അതൊക്കെ വിറ്റുപോകുന്ന അവസ്ഥയുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രവാസികള് മഹാഭൂരിപക്ഷ ആളുകളും പ്രവാസ ജീവിതം നയിച്ച് അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയി ഒരുപാട് പണം കൊണ്ടുവന്നാണ് നമ്മുടെ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ ഈ രൂപത്തിലാക്കിയിട്ടുള്ളത്. അപ്പൊ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്ന് പറയുന്നതിന് പ്രവാസികളാണ്. അപ്പൊ ഈ പ്രവാസികൾ ലോകത്തിന്റെ പല ഭാഗത്തും അല്ലെ, മലയാളികളില്ലാത്ത രാജ്യം എവിടെ ഉണ്ടോ, അല്ലെങ്കിൽ സംസ്ഥാനം, ലോകം എല്ലാവരും മലയാളികളുണ്ട്. ഇപ്പൊ ഇവർക്ക് എന്തിനാ മലയാളം കേരളം വിട്ടു പോയത്? പണം സമ്പാദിക്കാം. അപ്പൊ ഇങ്ങനെ പണം സമ്പാദിച്ച ആളുകൾ നാട്ടിൽ വന്ന് അവർ വലിയ ബിൽഡിങ്ങുകളും വലിയ വീടുകളും മറ്റെല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്ത് നിൽക്കുന്ന ഈ സിറ്റുവേഷനിലായിരിക്കും വൃദ്ധരായ മാതാപിതാക്കളുടെ ചികിത്സയുടെ ഭാഗമായി ഇതെല്ലാം വിറ്റ് പെറുക്കി പലപ്പോഴും ഇതെല്ലാം വിറ്റ ശേഷം പോലും പിന്നെ ജനങ്ങൾക്ക് ഇതിനെ കൈനീട്ടേണ്ട അവസ്ഥ, എന്നുവെച്ചാൽ ഭിക്ഷ യാചിക്കേണ്ട അവസ്ഥ വരെ വരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് എല്ലാവരും കണ്ടതാണ്, ഓരോ സർജറിക്കും അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ലക്ഷങ്ങൾ ചെലവുള്ള ചികിത്സ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി എനിക്ക് വാർദ്ധക്യമായി കഴിഞ്ഞാൽ എന്റെ മക്കളെന്നെ നോക്കിയില്ലെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോകുമല്ലോ എന്ന ഭയം കൊണ്ട് ആളുകൾ ഒരു പരിഹാരമായിക്കൊണ്ടാണ് ഈ ഇൻഷുറൻസിനെ അവലംബിക്കുന്നത്. പക്ഷേ ഇത് ശരിയായ ഒരു പരിഹാരമായിട്ട് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ ആ ആരോഗ്യ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന അറിവ് നേടലാണ് ഇതിലും മെച്ചം. ഇപ്പൊ നമുക്കറിയാം, അക്യുപഞ്ചർ പഠിക്കുന്ന ഓരോ ആളുകളും അക്യുപഞ്ചർ പഠിച്ച ശേഷം നമ്മൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു മരുന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ പോകുന്നില്ല. ഇപ്പൊ നമ്മള് ലൈഫിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അതിന് ചെലവൊന്നും വരാൻ പോകുന്നില്ല. ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ പണം, അതുപോലെ അയാളുടെ സമയം, അയാളുടെ ആരോഗ്യം, ഇത് മൂന്നും ഇന്ന് ചികിത്സാ മേഖലയിൽ വളരെ അധികം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടാതിരിക്കാനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അക്യുപങ്ക്ചർ പഠിക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു അക്യുപങ്ക്ചർ ചികിത്സകനെ ആദ്യമേ നമ്മൾ ഡോക്ടറായി കീപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അയാളെ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ വളരെ ചുരുങ്ങിയ ചെലവില് നമ്മുടെ ജീവിതത്തിൽ രോഗം ഉണ്ടാകും. രോഗം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, രോഗം വരും. അപ്പൊ ഈ രോഗം വരുമ്പോൾ വളരെ ചെറിയ ചെലവിൽ നമുക്ക് അതിനെ കവർ ചെയ്യാൻ കഴിയും. വലിയ ഭീമമായ സംഖ്യ ആവശ്യം വരുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയും നിങ്ങൾക്ക് അതിലും രക്ഷപ്പെടണം, ഇനി നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സമയമില്ല, ഒരു അക്യുപഞ്ചർ ചികിത്സനെ പോയി കാത്തു നിൽക്കാൻ സമയമില്ല, അവിടെ വലിയ ദൂരം യാത്ര ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ സ്വയം ഇത് പഠിക്കുക. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ആളും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അക്യുപഞ്ചർ പഠിക്കുകയാണെങ്കിൽ ശരിയായ രീതിയിൽ അക്യുപഞ്ചർ പഠിച്ച ഒരാളുടെ ജീവിതം നിങ്ങൾ പരിശോധിച്ചാൽ അയാൾക്ക് രോഗഭയമില്ല, രോഗത്തെപ്പറ്റി ആശങ്കയില്ല. ഇനി ഒരു ഭീമമായ സംഖ്യ വരും, അല്ലെങ്കിൽ ക്യാൻസറോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറോ പോലെ, അല്ലെങ്കിൽ നമുക്ക് പേര് പറയാൻ അറിയാത്ത എന്തെങ്കിലും ഭീകരമായ രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും?
കയ്യിൽ പണമില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന പ്രയാസത്തിനെ പരിഹരിക്കാനാണ് ആളുകൾ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ, അതൊരു പരിഹാരമായി കാണുന്നുണ്ടെങ്കിൽ എനിക്കതൊരു പരിഹാരമായിട്ടല്ല തോന്നുന്നത്. അതിന് പകരം ആ ഒരു പ്രശ്നത്തിന് പരിഹരിക്കാൻ ആവശ്യമായ അറിവ് നേടുക എന്നുള്ള ശരിയായ പരിഹാരം. അപ്പൊ ഈ രീതിയിൽ അറിവ് നേടുന്നതിന് ഉപദേശിക്കാൻ മാത്രമേ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കേരളത്തിൽ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ഒട്ടേറെ അക്യുപഞ്ചർ ചികിത്സ പഠിച്ച ആളുകളുണ്ട്. അവരുടെ കുടുംബങ്ങളൊന്നും തന്നെ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി ഭയപ്പെടാറില്ല. അവർക്ക് രോഗം വരുമ്പോൾ അത് ഏതെങ്കിലും വലിയ രോഗമായിരിക്കും എന്ന് ആലോചിച്ച് അവർ അസ്വസ്ഥപ്പെടാറില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഇതറിയാം, ഈ ആരോഗ്യ പ്രശ്നത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നറിയാം. അപ്പൊ ഈ അറിവ് നേടലാണ് ഒരു ഇൻഷുറൻസ് സ്വീകരിക്കുന്നതിനേക്കാളും നന്നായിരിക്കുക എന്ന് തോന്നുന്നു. ഇതാണ് എന്റെ അഡ്വൈസ്. ചില അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻഷുറൻസ് എടുത്ത ആളുകൾ പെട്ടെന്ന് തന്നെ അവർക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു മൈൻഡിന്റെ ഒരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നിയത്. കൂടുതലും ഇനി എന്ത് വന്നാലും ഇത് ഇൻഷുറൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് ക്ലെയിം കിട്ടും, അല്ലെങ്കിൽ നമ്മളെ കവർ ചെയ്യാൻ അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ള തോന്നലാണോ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അടുത്ത ആരെങ്കിലും ബന്ധുങ്ങളിലോ ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? സാധാരണഗതിയില് നമ്മുടെ കേരളത്തില് റോഡിൽ അമിത വേഗത്തിൽ പോകുന്ന ബസ്സും കാറും കാണുമ്പോൾ എല്ലാവർക്കും അറിയാം അവർ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാകും. അപ്പൊ ഇവര് അമിത വേഗതയിൽ പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ള ഒരു ധൈര്യമാണ്. എന്ത് പറ്റിയാലും പേടിക്കാനല്ല, ഇൻഷുറൻസ് ഉണ്ട്, ആ ധൈര്യത്തിലാണ് പോകുന്നത്. ചില ആൾക്കാർ സ്പീഡ് പോകുമ്പോൾ ചോദിക്കും ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിക്കും, അല്ലെ? വണ്ടിക്ക് മാത്രമല്ല നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസിനെ പറ്റി അയാൾ അതിലേക്ക് എൻട്രി ആയി കഴിഞ്ഞാൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് ഈ ഇൻഷുറൻസ് അയാൾക്ക് ലഭിക്കുക എന്നതിനെ പറ്റി ഒരു വിശദമായ വിവരം തന്നെ നമുക്കത് കാണാൻ കഴിയും. അപ്പൊ സ്വാഭാവികമായും ഇത്തരം വിശദമായ വിവരങ്ങൾ ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസ്വസ്ഥ അയാൾക്ക് അനുഭവപ്പെടുമ്പോൾ അയാൾ ഗൂഗിൾ ചെയ്യും. ഇപ്പൊ നമുക്കറിയാം ഒരാൾക്ക് തലവേദനയുണ്ട്, അയാൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പലപ്പോഴും അയാൾക്ക് ആ തലവേദനയെ പറ്റി വായിച്ചു നോക്കിയാൽ അതിന്റെ എൻഡ് ഇത് ഒരു ബ്രെയിൻ ട്യൂമർ ആയിരിക്കും എന്ന ഉത്തരത്തിലേക്ക് അയാൾ വന്ന് കൺക്ലൂഡ് ആവും. ആ രൂപത്തിലാണ് ഗൂഗിളിൽ പല ഇൻഫോർമേഷൻസ് ഉള്ളത്. ഇതേപോലെ ഒരാൾക്ക് വയറുവേദനയുണ്ട്, അപ്പോൾ വയറുവേദന പറ്റി അയാൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അത് എന്തെങ്കിലും സ്റ്റൊമക് ക്യാൻസറോ അല്ലെങ്കിൽ സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വലിയ ഒരു അപകടം പിടിച്ച രോഗമോ എന്തെങ്കിലും ആയിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് ആ ലക്ഷണങ്ങൾ അയാളെ തോന്നിപ്പിക്കുക. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇൻഷുറൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ പറ്റിയും അയാൾക്ക് റിക്കവറി ആവാൻ സാധ്യതയുള്ള രോഗങ്ങളെ പറ്റിയൊക്കെയുള്ള ഇത്തരം വായനകൾ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സൈക്കോളജിക്കലായിട്ട് അയാൾക്ക് ഈ രോഗം അയാളെ തേടി വരുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾ പോലും അവര് ആ ഇൻഷുറൻസ് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ക്ലെയിം ചെയ്യാം, എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹാരം കിട്ടും എന്ന് അവർ വല്ലാതെ ഗോത്രൂ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ നമുക്കറിയാം പൊതുവെ വാഹനം ഇൻഷുറൻസ് ആയാലും ശരി, ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും ശരി, ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും അവർ പോയി ഒരു സർജറി ചെയ്താൽ അവർക്ക് ഫ്രീ സർജറി കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ആളുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും ഹോസ്പിറ്റലിൽ പോവുകയും അത് ഒരു ഏതോ രൂപത്തിൽ അതിനെ ഇൻഷുറൻസിനെ മിസ്യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ അർത്ഥത്തിലൊക്കെ തന്നെ ഇൻഷുറൻസ് എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത് എന്ന് പലരും അഭിപ്രായം പറയാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരേ ആരോഗ്യ പ്രശ്നവുമായി രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇൻഷുറൻസ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് മിക്കവാറും സർജറി സംഭവിക്കും. എന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഇയാൾ ഇൻഷുറൻസ് ഉള്ള ആളാണ്, ഇയാൾക്കൊന്നും പേടിക്കാനില്ല, ഇയാൾക്ക് പണം കൊടുക്കാൻ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കമ്പനി ഉണ്ട്, അയാൾക്കൊന്നും പേടിക്കാനില്ല. പക്ഷെ മറ്റൊരാൾക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ പോക്കുമെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് അപ്പൊ ഇവിടെ നമ്മളെ പണം നമുക്ക് കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനി ഒരു ഭാഗത്തുണ്ടെങ്കിലും ആ സർജറി കൊണ്ട് നമുക്കുണ്ടാവും നഷ്ടം ആര് നികത്തും? ഇത് പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളുടെ സൈക്കോളജി നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അവർക്ക് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കുള്ള വഴിവെക്കലാണ് സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കാതിരിക്കുക എന്നുള്ള എന്റെ അഭിപ്രായം. ഇൻഷുറൻസ് എടുക്കാൻ അഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ട്, അവർ ഇൻഷുറൻസ് എടുത്തോട്ടെ. ഞാൻ എന്റെ അഭിപ്രായം പറയാണ്, ഇൻഷുറൻസ് എടുക്കാതിരിക്കുക നല്ലതാണ് എന്റെ അഭിപ്രായം. ഓക്കെ.